ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായ വൺ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 8ാമത്തെ ചാപ്റ്റർ മുതൽ കേട്ടോ. 8ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു വൺ വേർഡാണ് ദൈവം ഏത് മലമുകളിൽ വെച്ചിട്ടാണ് മോശയ്ക്ക് 10 പ്രമാണങ്ങൾ നൽകിയത്. ഏത് മലമുകളിൽ വെച്ചിട്ടാണ്? സീനായ് മലയിൽ. എവിടെ വെച്ചിട്ടാണ്? സീനായ് മലയിൽ വെച്ചിട്ടാണ് 10 കൽപ്പനകൾ നൽകിയത്. പിന്നെ ഈ ചാപ്റ്ററിലുള്ളത് മോശ 40 രാവും 40 പകലും സീനായ് മലമുകളിൽ ചെലവഴിച്ചു. എത്ര ദിവസമാണ്? 40 രാവും 40 പകലുമാണ് ചെലവഴിച്ചത്. പിന്നെ ഇതിൽ വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സ്നേഹമുള്ള ദൈവപിതാവ് തൻ്റെ മക്കൾക്ക് ശ്രദ്ധാപൂർവം നൽകിയ സമ്മാനമാണ് ഡാഷ്. എന്താണ് അതിൻ്റെ ഉത്തരം? ദൈവപ്രമാണങ്ങൾ. സ്നേഹമുള്ള ദൈവപിതാവ് തൻ്റെ മക്കൾക്ക് ശ്രദ്ധാപൂർവം നൽകിയ സമ്മാനമാണ് എന്ത്? പ്രമാണങ്ങൾ. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈശോ നൽകിയ പുതിയ കൽപ്പന എന്താണെന്നുള്ളത് അത് ക്വസ്റ്റ്യൻ ആൻസറാണ്. പിന്നെ ഈ വചനം അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ചോദിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുകയും എൻ്റെ ഡാഷ് പാലിക്കുകയും ചെയ്യുന്നവരോട്, അവിടെ കൽപ്പനകൾ. അതുപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട് 1000 തലമുറകൾ വരെ ഞാൻ ഡാഷ് കാണിക്കും. അങ്ങനെയും കണ്ടു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതിൻ്റെ ഉത്തരം കരുണ എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം ഈ വചനം നന്നായിട്ട് വായിച്ച് പഠിക്കുക. എന്നാലാണ് നമുക്ക് എന്താണോ ഫില്ല് ചെയ്യേണ്ടത് ആ വാക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. അതൊരു 5 പ്രാവശ്യമെങ്കിലും തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയും കേട്ടോ. ഇനി 9ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേർഡ്സ്. ഇസ്രായേൽക്കാർ ചെയ്ത ഏറ്റവും വലിയ പാപം എന്തായിരുന്നു? അതിൻ്റെ ഉത്തരമാണ് എന്ത്? വിഗ്രഹാരാധന. ഓക്കെ. പിന്നെ ചോദിക്കുന്നത് ദൈവം ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു എന്ത്? കൽപ്പനകൾ. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു കൽപ്പനകൾ. മോശ വഴി നൽകപ്പെട്ടതിനാൽ കൽപ്പനകൾ ദൈവപ്രമാണങ്ങൾ എന്തെന്നും അറിയപ്പെട്ടിരുന്നു? മോശയുടെ നിയമം എന്നും അറിയപ്പെട്ടിരുന്നു. പിന്നെ പുതിയ ഇസ്രായേലായ സഭയിൽ 2 തരം കൽപ്പനകളാണുള്ളത്. ദൈവപ്രമാണങ്ങളും ഉണ്ട്, തിരുസഭയുടെ കൽപ്പനകളും ഉണ്ട്. ദൈവപ്രമാണങ്ങളും ഉണ്ട്, തിരുസഭയുടെ കൽപ്പനകളും ഉണ്ട്. ഓക്കെ. പിന്നെ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കാം. അടുത്ത ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്ററിൽ എത്ര വർഷമാണ് ഇസ്രായേൽ ജനം മരുഭൂമിവാസം ഉണ്ടായിരുന്നത്? അതായത് കാനാൻ ദേശത്ത് കയറുന്നത് വരെ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് മുതൽ കാനാൻ ദേശത്ത് കയറുന്നത് വരെ എത്ര വർഷം അവർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു? 40 വർഷം കേട്ടോ. ഓക്കെ. ഇനി മോശ മരിക്കുന്നതിന് മുൻപ് വാഗ്ദത്ത ദേശം നോക്കി കാണാനായിട്ട് ഏത് മലയുടെ മുകളിലാണ് കയറിയത്? ജെറീക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോ മലയുടെ മുകളിൽ. ഏത് മലയായിരുന്നു? നെബോ മല. പിന്നെ മോശയുടെ പിൻഗാമി ആരായിരുന്നു? ജോഷുവ. മോശയുടെ പിൻഗാമിയായിട്ട് ഇസ്രായേലിനെ നയിക്കാൻ ദൈവം ആരെ നിയോഗിച്ചു? ജോഷുവയെ.